ഇന്നത്തെ ദിവസം ഒരു വിഷയം ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. അതിനൊരു പൂർണ്ണവിരാമമോ അതിനൊരു തീരുമാനമോ ഇല്ല. പലതും ചിന്തിക്കുന്ന കാര്യത്തിൽ ഒരു കൂട്ടം ചിന്തകളാണ്. കാട്ടുതീ മുഴുവൻ വെന്തു നശിച്ചു. പക്ഷെ പിന്നീട് സംഭവിക്കുക, എല്ലാ വൃക്ഷങ്ങളും മരങ്ങളും കൂടി അങ്ങോട്ട് മുളയ്ക്കും, കൂടുതൽ ശക്തമായിട്ട്. എല്ലാ വൃക്ഷത്തിനും ചെടികൾക്കും സസ്യങ്ങൾക്കും ഒക്കെ അവിടെ പ്രസക്തി ഉണ്ട്. ഒരു കാലത്ത് ലോകത്ത് മനുഷ്യർ ജീവിച്ചത് എല്ലാ സസ്യങ്ങളും എല്ലാ ചെടികളും എല്ലാ വൃക്ഷങ്ങളുമുള്ള ഒരു ഭൂമിയിലായിരുന്നു. ക്രമേണ മനുഷ്യന് ബുദ്ധിപരമായിട്ടൊരു മാറ്റം വന്നു. നമുക്ക് ഉപയോഗമില്ലാത്തതോ ഉപയോഗത്തെക്കുറിച്ച് അറിയാത്തതുമായിട്ടുള്ള ചെടിയും വൃക്ഷമൊക്കെ എന്തിനാണ് വളരണത്? ഇതുകൊണ്ട് ഗുണമുണ്ട്, അപ്പൊ അത് മാത്രം വളർത്തി. അങ്ങനെ കൃഷി എന്നൊരു പരിപാടി വന്നു. അഗ്രികൾച്ചറിൽ നിന്നാണ് കൾച്ചർ എന്ന വാക്ക് വന്നത്. സംസ്കാരം. എത്രയോ വൃക്ഷങ്ങളും ചെടികളൊക്കെ വളരുന്നു, എന്താ ഇപ്പൊ അതിന്റെ ആവശ്യം? നമുക്ക് ആദ്യത്തെ ഒന്ന് മാത്രം, ഗുണപ്രദമായിട്ടുള്ള ഒന്ന് മാത്രം വളർത്താം. അങ്ങനെയാണല്ലോ കൃഷി വന്നത്. നെല്ല്, ഗോതമ്പ്. മാങ്ങ തിന്നാൻ പറ്റുന്നതുകൊണ്ട് മാവ് മാത്രം വളർത്താം, ബാക്കിയൊക്കെ മുറിച്ചുകളയാം. വനവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം, ഗ്രാമത്തിൽ ആവശ്യമുള്ളത് മാത്രമാണല്ലോ വളർത്തുക. കേരളം മാറ്റൊരു സ്ഥലത്ത് തെങ്ങിനെ കൊണ്ട് ഗുണമുണ്ട്, അപ്പൊ തെങ്ങ് വളർത്തി. തീർന്നില്ല, റബ്ബറാണ് ഗുണം. ആ റബ്ബർ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. പല കാര്യത്തിനും റബ്ബർ ആവശ്യം. അപ്പൊ റബ്ബർ മാത്രം വളർത്തി. കൾച്ചറിന്റെ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടുന്നത് മാത്രത്തെ വികസിപ്പിച്ചെടുക്കുക. അടുത്ത സ്റ്റേജ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ആ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണോ പ്രയോജനം അതിനെയാണല്ലോ നമ്മൾ വികസിപ്പിച്ചെടുക്കുക. അനവധി കാര്യങ്ങളിൽ ഒരു കുട്ടിക്ക് വാസനയുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതമാണ് പ്രധാനം. അതിന് പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കാൻ ഒരു കാര്യം മാത്രം പഠിച്ചോ. അത് പഠിച്ചാൽ ദുർബലരായ വ്യക്തികളെ ശരിക്ക് വീടുന്ന രീതിയിൽ ചൂഷണം ചെയ്യാൻ കഴിയും, പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് മാത്രം അങ്ങോട്ട് പഠിച്ചു, അതിൽ സ്പെഷ്യലിസ്റ്റായി. അനവധി സ്ത്രീകൾ ഈ ലോകത്തില്ലേ, അനവധി പുരുഷന്മാരും ഇല്ലേ. എല്ലാ സ്ത്രീകളെ നോക്കാൻ പറ്റില്ല. ആ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്തു, ഭാര്യയാക്കി. ആ ഭാര്യയോടുള്ള സ്നേഹത്തിനെ വികസിപ്പിച്ചെടുത്തു. ഭർത്താവിനോടുള്ള സ്നേഹം, ഒരാളെന്ന് നമ്മൾക്ക് താഴെ കിട്ടിയ നമ്മൾക്ക് ഭർത്താവായി. ആ ഭർത്താവ് ജീവന് തുല്യമായി. അതിനെ വികസിപ്പിച്ചെടുത്തു. സകല ജീവജാലങ്ങൾക്കും മക്കളുണ്ട്, അതൊന്നും എനിക്കറിയണ്ട, എന്റെ കുട്ടി മാത്രം. അതൊരു തെറ്റാന്ന് പറയല്ല. സ്കൂൾ കെട്ടിടത്തിന് കൊടുങ്കാറ്റ് വന്നു, എന്തൊക്കെയോ വീണു, കുട്ടികൾക്ക് പരിക്ക് പറ്റി. എന്റെ കുട്ടിക്ക് വല്ലതും പറ്റിയോ? ഇല്ല. ഓക്കെ. ഇങ്ങനെ ഒരു കാര്യത്തിനെ വികസിപ്പിക്കുന്നതിന് നമ്മൾ ചിലപ്പോ അത് നെഗറ്റീവ് ആകുമ്പോൾ സ്വാർത്ഥത എന്ന് വിളിക്കുന്നു. പ്രപഞ്ച സംസ്കാരം തന്നെ
ഒരു കാര്യത്തെ വികസിപ്പിച്ചെടുക്കുന്ന സ്വാർത്ഥതയിലേക്ക് വരുമ്പോൾ ശരീരത്തിന്റെ പുറത്തുള്ളതാണ് അകത്തുള്ളത്, അകത്തുള്ളതാണ് പുറത്തുള്ളത്. കൊടുങ്കാറ്റ് നമ്മുടെ അകത്തുണ്ട്, പുറത്തും കൊടുങ്കാറ്റുണ്ട്. അകത്ത് ഭൂമി കുലുക്കുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും. പുറത്തും ഭൂമി കുലുക്കുണ്ടാവുന്നുണ്ട്. കണക്ക് പഠിക്കുക മാത്രം ചെയ്ത് കണക്കിനെ മാത്രം നാം വികസിപ്പിച്ചെടുക്കുന്ന പോലെ എൻ്റെ ഒരു ശരീരത്തിലെ ഒരു സെല്ല് അവൻ വിചാരിക്കണം അവൻ മാത്രം മതി, അവൻ മാത്രം മതി. അവൻ അവിടെ നിന്ന് അങ്ങോട്ട് വികസിച്ചു തുടങ്ങി, തടിച്ചു തുടങ്ങി. അപ്പൊ എന്ത് സംഭവിക്കുക വെച്ചാൽ ഓട്ടോറിക്ഷയിൽ 4 ആളുണ്ട്, ബാക്കിൽ കയറിയുണ്ട്. മെലിഞ്ഞ ഒരാള് അങ്ങോട്ട് തടിച്ച് വികസിച്ച് വരികയാണ്. അപ്പൊ ബാക്കി 3 പേര് കയറി ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. സ്വാഭാവികമാണ്. ഇതേമാതിരി ഒരംശത്തെ വികസിപ്പിച്ച് വരുന്നതിനെ നമ്മൾ രോഗം എന്ന് വിളിക്കാറില്ലേ? ആ ഒരു സെല്ല് മാത്രം വികസിക്കുകയാണ്, ബാക്കി ആളുടെ കാര്യം എനിക്ക് നോക്കണ്ട. ആ വികസിക്കുന്ന സെല്ലിനെ നശിപ്പിക്കണം. അതിനെ മാത്രം തെരഞ്ഞെടുത്ത് നശിപ്പിക്കാൻ കഴിയാത്ത വരുമ്പോ തൽക്കാലം ഓട്ടോറിക്ഷയിലുള്ള 4 പേരെയും കൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനെയും വികസിച്ചു പോവും, 4 പേരെയും കൊന്നില്ലെങ്കിൽ. മനുഷ്യരാശിയുടെ ഈ ചിന്ത, ആ ചിന്ത തെറ്റാണെന്നോ ശരിയാണോ എന്നോ പറയുന്നില്ല. ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ വരുന്നുണ്ട്, മനുഷ്യരാശി മുഴുവൻ. ഇക്കാരണം കൊണ്ടല്ലോ പുതുതായിട്ട് വീട് വെച്ചാൽ അവിടുത്തെ ചെടികളും വൃക്ഷങ്ങളൊക്കെ പിഴുതു മാറ്റി കമനീയമായി അലങ്കരിച്ച് കുറച്ച് ഭംഗിയുള്ള ചെടികൾ മാത്രം കൊണ്ടു വെച്ച് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കളയുന്നുണ്ടല്ലോ. ഈ രീതിയിൽ മനുഷ്യ മനസ്സിന്റെ ഒരു നിഴലാണ് ലോകത്ത് കാണുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, സ്വാർത്ഥത എന്നത് ആവശ്യമാണ്. സ്വാർത്ഥത ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. സ്വാർത്ഥത ഒട്ടുമില്ല എന്നുള്ളത് അത് മറ്റൊരു അസുഖം. ശരീരത്തിൽ ചിലയിടത്തിൽ സ്പർശിച്ചാൽ സ്പർശം അറിയാതെ പോകും, അതൊരു അസുഖമാണ്. ഈ മാതിരി സ്വാർത്ഥത ഒരു പരിധി വരെ ആവശ്യമാണ്. പക്ഷെ ലോകം മുഴുവൻ ഇത് കൂടുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ അത് ശരീരത്തെ ബാധിക്കും, ലോകത്തിനെയും ബാധിക്കും. ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ഇതുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ പല കാര്യവും വരും. നമ്മുടെ ചിന്ത ശരീരത്തിനെ സ്വാധീനിക്കും. സ്വാർത്ഥതയുള്ളവർക്കൊക്കെ സൂക്കേട് വരുന്നു എന്നൊന്നും ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. ഈ ഒരു അംശത്തെ മാത്രം വികസിപ്പിച്ചെടുക്കുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ അംശവും ഇവിടെ ആവശ്യമാണ്. കാഞ്ഞിരമരവും വേണം, പുളിമരവും വേണം. നമുക്ക് പേരറിയില്ല എന്ന് പറഞ്ഞ വൃക്ഷത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. എല്ലാം ഇവിടെ ആവശ്യമാണ്. അപ്പൊ ലോകത്ത് നിന്നിപ്പോ ഏറ്റവും കൂടുതൽ ചില രോഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇത് അതിനോട് ചേർത്തൊന്ന് ചിന്തിച്ചു എന്ന് മാത്രം ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. തുടക്കം മുതൽക്കേ ധന്യമീ ജീവിതം ആദ്യം മുതൽക്കേ വീണ്ടും കേട്ടു കിടക്കുന്ന വ്യക്തികളുണ്ട്. അവര് പലവരും വിളിക്കാറുണ്ട്. അവരോട് ഞാൻ സ്നേഹവും അഭിനന്ദനവും പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു.
നമസ്കാരം.